ഇല്ല തമ്പുരാൻ, ഇത് ചതിയാണ്. അമ്മയെ തള്ളി പറയുന്നവനല്ല ഞാൻ. പക്ഷേ മനസ്സിന്റെ ഒരു കോണിൽ പോലും ഈ അമ്മ എന്റെ പെറ്റമ്മയാണെന്നുള്ളൊരു തോന്നൽ എനിക്കില്ല. അഹങ്കാരമാണ് തമ്പുരാൻ. ഇനി ഒന്നും നോക്കണ്ട, ശിക്ഷാവിധി പ്രഖ്യാപിക്കണം. കാരാഗ്രഹമെങ്കിൽ കാരാഗ്രഹം, കൊലമരമെങ്കിൽ കൊലമരം. വിധി നാം പറയാം. എന്താണ് ഇവിടെ നടക്കുന്നത്? കണ്ടിട്ടൊരു വിചാരണയാണെന്ന് തോന്നുന്നല്ലോ. അതെ, അവിടുന്ന് ആരാണ്? ഞാനിങ്ങനെ സഞ്ചരിക്കുന്ന ഒരാൾ. ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിൽ മുഴുവൻ എല്ലാം കണ്ടും കേട്ടും. ഈ കുട്ടിയെ എനിക്കറിയാം. വീരശൈവ പുഷ്പം പറിച്ചുകൊണ്ടുവരാനും കാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പറഞ്ഞു കൊടുത്തത് നാമാണ്. അതിന് രാജവിചാരണയിൽ നിങ്ങൾക്കിവിടെ എന്ത് കാര്യം? കടന്നുപോ. വേണ്ട, അത് ദൈവനിഷേധമാണ്. തമ്പുരാൻ, രാജ്യകാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് തോന്നില്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. തീർച്ചയായും. കഴിവുകൾ ഒരുപാടുള്ള യോഗിനിയെ പോലൊരാൾ അങ്ങനൊരു കാര്യത്തിന് അനുവാദം ചോദിക്കുക പോലും വേണ്ട. അമ്മ മകൻ തർക്കമല്ലേ? അതെ, അമ്മ പറഞ്ഞ ലക്ഷണങ്ങൾ മകന്റെ ദേഹത്തുണ്ട്. പക്ഷേ അമ്മയെ അംഗീകരിക്കാൻ മകൻ തയ്യാറല്ല. മകൻ തന്നെയാണ് അല്ലേ? അതെ. എങ്കിൽ മകന്റെ നക്ഷത്രം ഒന്ന് പറയൂ. പറയൂ. സ്വന്തം കുഞ്ഞു പിറന്ന നക്ഷത്രം ഏതാണെന്ന് അമ്മമാർ മരണത്തിൽ പോലും ഓർക്കുമല്ലോ. അത് അശ്വതിയാണ്. തെറ്റ്. പൂരം നാളിൽ പിറന്നവനല്ലേ ആദിത്യൻ? അങ്ങനെയാണല്ലോ കാണുന്നത്. അതെ, പൂരമാണ്. അത് പിന്നെ പ്രസവ സമയത്ത് ഞാൻ തളർന്നു കിടക്കായിരുന്നേ. അത്തരം കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. ആയിക്കോട്ടെ. എന്തായാലും ആദിത്യന്റെ നക്ഷത്രം കൂടി കൂട്ടിയത് കൊണ്ട് ഇയാൾക്ക് എന്തെങ്കിലും പൂർവജന്മ പാപമുണ്ടോന്ന് നോക്കണ്ടേ തമ്പുരാൻ? എന്താണിത്? രാജ്യത്ത് നടക്കുന്ന വിചാരണകളിൽ തമ്പുരാന്റേതല്ലേ അവസാന വാക്ക്? ക്ഷണിക്കപ്പെടാതെ വരുന്നവർ പോലും രാജ്യകാര്യങ്ങളിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ അതിൽ പരം നാണക്കേടുണ്ടോ ഇനി? അതിന്റെ ആവശ്യമില്ല. തമ്പുരാന്റെ അനുമതി ഉള്ളതുകൊണ്ട് ഇക്കാര്യത്തിലെ സത്യം നാം പുറത്തു കൊണ്ടുവരാം. മുത്തമ്മേ, ആദിത്യന്റെ പൂർവജന്മം ഒരു കാട്ടാളന്റേതാണ്. സാധാരണ ഒരു കാട്ടാളനല്ല, ആളുകളെ കൊന്നൊടുക്കിയ അതിഭീകരനായ ഒരു കാട്ടാളൻ. ഒരു ജന്മത്തിൽ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾക്ക് അതേ ജന്മത്തിൽ തന്നെ ശിക്ഷ കിട്ടണമെന്ന് നിർബന്ധമില്ല. അടുത്ത ജന്മത്തിലും ആവാം. അതനുസരിച്ച് ആദിത്യന്റെ ശിക്ഷ വധശിക്ഷയാണ്. ആദിത്യനെ വധിക്കാൻ ഞാൻ തമ്പുരാനോട് ആവശ്യപ്പെടട്ടെ? അയ്യോ തമ്പുരാട്ടി, എന്റെ മോനെ കൊല്ലരുതേ. അത് സാധ്യമല്ല. പക്ഷേ മാർഗങ്ങൾ അവശേഷിക്കുന്നില്ല. അമ്മ പരിഹാരം ചെയ്താലും മതിയാവും. ആദിത്യനുള്ള വധശിക്ഷ അമ്മ ഏറ്റെടുക്കാൻ തയ്യാറാണോ? മുത്തമ്മ വധശിക്ഷ ഏറ്റെടുക്കാൻ തയ്യാറായാൽ ആദിത്യൻ സ്വതന്ത്രനാവും. അവനവന്റെ പാപങ്ങളിൽ നിന്ന് മോചിതനാവും. സ്വന്തം മകന് വേണ്ടി അങ്ങനെ ഒരു ത്യാഗം മുത്തമ്മ ചെയ്യില്ലേ? സ്വന്തം പ്രാണൻ കൊടുത്തും മക്കളെ രക്ഷിക്കണമെന്ന് അമ്മയുടെ കരുതലല്ലേ? എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ചാവണ്ട. അപ്പോൾ ആദിത്യൻ മുത്തമ്മയുടെ സ്വന്തം മകനല്ലേ? എനിക്കറിഞ്ഞൂടാ, ഞാൻ പ്രസവിച്ചിട്ട് പോലുമില്ല. എന്ത്? അയ്യോ, എന്നെ കൊല്ലല്ലേ.
ഇനി എന്താണെന്ന് യോഗിനി മാതാവ് പറഞ്ഞാലും സത്യവിരുദ്ധമായ കാര്യങ്ങൾ ഇവിടെ നടക്കാൻ പാടില്ല. മുത്തമ്മ തിരിച്ചു വരും. മുത്തമ്മ വന്നേ പറ്റൂ.